ഹലോ, വെൽക്കം ബാക്ക് ടു എജുമി. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ജെൻഡർ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് നമ്മളുടെ 5th ബ്ലോക്കിലെ മൂന്നാമത്തെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഇത്, ജെൻഡർ പോളിറ്റി. അതായത് പൊളിറ്റിക്സിൽ എങ്ങനെയാണ് ജെൻഡർ എന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ മക്കളെ, ആദ്യം നമ്മൾ നോക്കുന്നത് പൊളിറ്റിക്കൽ എംപവർമെന്റ് ഓഫ് വിമൻ, അതായത് രാഷ്ട്രീയപരമായിട്ട് അല്ലെ സ്ത്രീകളുടെ ശാക്തീകരണം. രാഷ്ട്രീയത്തില് സ്ത്രീകളുടെ ശാക്തീകരണം എങ്ങനെയാണെന്ന് നോക്കൂ. ഡെഫിനിഷൻ ഓഫ് പൊളിറ്റിക്കൽ എംപവർമെന്റ് ഓഫ് വിമൻ നോക്കൂ. Political empowerment is the integration of women into the political system as equal partners with men, giving them the ability to influence decision making, planning, implementation and assessment. അതായത് പുരുഷന്മാരോടൊപ്പം തുല്യ പങ്കാളികളായ സ്ത്രീകളെ പുരുഷന്മാരോടൊപ്പം തുല്യ പങ്കാളികളായ സ്ത്രീകളെ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതിനെയാണ് രാഷ്ട്രീയ ശാക്തീകരണം, അതായത് പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പുരുഷന്മാരോടൊപ്പം തുല്യ പങ്കാളിയായി സ്ത്രീകളെ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും വിലയിരുത്തുന്നതിലും സ്വാധീനം ചെലുത്താനുള്ള കഴിവ് അവർക്ക് നൽകുന്നു അല്ലെ. അപ്പം പൊളിറ്റിക്കലി ഒരു കാര്യത്തില് തീരുമാനങ്ങൾ എടുക്കാനും അത് ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും വിലയിരുത്താനും സ്വാധീനം ചെലുത്താനും ഒക്കെയുള്ള കഴിവ് ഈ ഒരു പൊളിറ്റിക്കൽ എംപവർമെന്റ് മൂലം സ്ത്രീകൾക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വോട്ടർ ടേൺ ഔട്ട് ട്രെൻഡ്സ്. എന്തൊക്കെയാണ് വോട്ടർമാരുടെ പങ്കാളിത്ത പ്രവണത? നമ്മൾ ഇന്ത്യയിലെ എലക്ഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് വോട്ടർമാർ സ്ത്രീ വോട്ടേഴ്സിന്റെ ഒക്കെ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നോക്കൂ, Women's right to vote was granted in 1950 via universal adult suffrage. Okay. അപ്പോൾ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നത് 1950 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ലെ യൂണിവേഴ്സൽ അഡൾട്ട് സാഫ്രേജിലൂടെയാണ് കേട്ടോ. 1950 സാർവത്രിക വോട്ടവകാശ നിയമത്തിലൂടെയാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിക്കുന്നത്. അതുവരെ സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലായിരുന്നു. ഓക്കെ, സോ നോക്കൂ, women's turnout in Lok Sabha election rose from 46.63% in 1962 to a peak of 58.60% in 1984, compared to male turnouts of 63.31% and 68.18% respectively. അതായത് 1962 1984 നമ്മൾ ലോക്സഭ ഇലക്ഷനിൽ സ്ത്രീ വോട്ടേഴ്സിന്റെ പങ്കാളിത്തം നോക്കുന്ന സമയത്ത് 1962 46.63% സ്ത്രീ വോട്ടേഴ്സ് ഉണ്ടായിരുന്നത് 1984 ലോക്സഭ ഇലക്ഷൻ ആയപ്പോഴേക്കും 58.60% ഉയർന്നു. ഓക്കെ, മനസ്സിലായോ? അതായത് 1962 ഈ ലോക്സഭാ ഇലക്ഷനിൽ സ്ത്രീ വോട്ടേഴ്സ് എന്ന് പറയുന്നത് 46.63% ആയിരുന്നു. എന്നാൽ 1984 ലോക്സഭാ ഇലക്ഷനിലെ അത് 58.60 എന്ന രീതിയിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇൻ ദ 2014 ജനറൽ ഇലക്ഷൻ 65.63% ഓഫ് women, which means 260.6 million voted compared to 67.09% of men, outnumbering male voters across 16 out of 29 states. Okay, അതായത് 2014 പൊതു തെരഞ്ഞെടുപ്പ് അല്ലെ, നമ്മളുടെ ലോക്സഭ ഇലക്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ 2014 പൊതു തെരഞ്ഞെടുപ്പില് 65.63% സ്ത്രീകള് ഇതിൽ വോട്ടേഴ്സ് ആയിട്ട് പങ്കെടുത്തു, വോട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 260.6 ദശലക്ഷം അല്ലെ 260.6 മില്യൺ ആളുകളാണ്, സ്ത്രീകളാണ് ഈ 2014 ജനറൽ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതായത് ഈ സമയത്ത് പുരുഷന്മാരുടേത് 60
67.09 അല്ലെ, ഏകദേശം ഒപ്പത്തിനൊപ്പം എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ 29 സംസ്ഥാനങ്ങളിലെ 16 സംസ്ഥാനങ്ങളിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രത്തോളം വർധനവാണ് ഓരോ തവണത്തെ ഇലക്ഷൻ വരുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇനി നോക്കൂ, അടുത്തതാണ് കോട്ട സിസ്റ്റം അല്ലെ, അതായത് ലോക്കൽ ടു നാഷണൽ ലെവലിലുള്ള കോട്ട സിസ്റ്റം എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദ 1992 amendments mandated that at least 1/3, which means 33% of panchayat or municipality seats and chairpersons be reserved for women. This raised women's political engagement from 4 to 5% to 25 to 40%. അതായത് 1992 ഭേദഗതികൾ അമെൻമെന്റുകൾ പ്രകാരം പഞ്ചായത്ത് മുനിസിപ്പൽ സീറ്റുകളിലും അധ്യക്ഷ പദവികളിലും കുറഞ്ഞത് 1/3 അല്ല, അതായത് 33% സ്ത്രീകൾക്ക് സംവരണം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ നാട്ടില് സ്ത്രീ സംവരണം എങ്ങനെ, അതായത് മണ്ഡലങ്ങളില് അല്ലെ വോട്ട് ഇലക്ഷൻ സമയത്ത് മണ്ഡലങ്ങളില് സ്ത്രീ സംവരണം വരുന്നത് കേട്ടോ. സോ ഇത് സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വെറും 4 മുതൽ 5% വരെ ഉണ്ടായിരുന്നതിൽ നിന്നും 25 മുതൽ 40% ഉയർക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, ദെൻ നാഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ വിമൻസ് റിസർവേഷൻ ബിൽ 108th അമെൻമെന്റ് അല്ലെ was introduced to reserve 33% of Lok Sabha and Vidhan Sabha seats for women. അല്ലെ, അതായത് ദേശീയ തലത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ലോക്കൽ ലെവലാണ് അല്ലെ. നമ്മൾ ദേശീയ തലത്തിലേക്ക് നോക്കുന്ന സമയത്ത് ലോകസഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനായിട്ട് വനിതാ സംവരണ ബിൽ, അതായത് വിമൻസ് റിസർവേഷൻ ബിൽ 108ാമത് ഭേദഗതി പ്രകാരം പാസാക്കി. ഓക്കെ, അപ്പോ വിമൻസ് റിസർവേഷൻ ബിൽ 108ാമത് ഭേദഗതി പ്രകാരം സ്ത്രീകൾക്ക് ലോകസഭയിലും അതുപോലെ തന്നെ നിയമസഭകളിലും വിധാനസഭകളിലും 33% സീറ്റുകൾ സംവരണം ചെയ്തുകൊണ്ട് വിമൻ റിസർവേഷൻ ബിൽ 108ാമത് ഭേദഗതി പാസാക്കി. ഓക്കെ, ഇനി അടുത്തതാണ് പൊളിറ്റിക്കൽ പാർട്ടി ഇനീഷ്യേറ്റ്സ്. അപ്പം നിയമപരമായിട്ട് ഇങ്ങനെയൊക്കെ വന്നു. ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ് സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കൂ, ഇൻ 2004 ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂസ്റ്റഡ് എൻഗേജ്മെന്റ് ബൈ ഇംപ്ലിമെന്റിംഗ് എ 33% കോട്ട ഫോർ വിമൻ അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദ പാർട്ടി. 2004 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ INC പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പിലാക്കിക്കൊണ്ട് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു. ഓക്കെ, പാർട്ടിയില് പൊതുവെ എങ്ങനെയാണ്, പൊതുവെ ആണുങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പക്ഷേ INC 2004 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2004 തങ്ങളുടെ പാർട്ടിയിൽ സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പിലാക്കി. ഓക്കെ, ഇൻ ദ 2019 ജനറൽ ഇലക്ഷൻ ദ നാം Tamilar Katchi of Tamil Nadu became the first party to offer a strict 50:50 gender ratio, fielding 50% of female candidates across 40 Lok Sabha seats. അതായത് ഇവിടെ എന്താ പറഞ്ഞത്, they maintained this 50:50 ratio in the 2021 Tamil Nadu Legislative Assembly election, 117 out of 234 seats for women. അതായത് 2019 പൊതു തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ നാം തമിഴർ കക്ഷി എന്ന് പറയുന്ന പാർട്ടി എന്ത് ചെയ്തു, കൃത്യമായിട്ട് സ്ത്രീ പുരുഷ ലിംഗാനുപാതം 50:50, അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായിട്ടുള്ള അനുപാതം സീറ്റ് സംവരണം ആദ്യമായിട്ട് കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനെ വാഗ്ദാനം ചെയ്ത ആദ്യത്തെ പാർട്ടിയായിട്ട് മാറിയത് ഏതു പാർട്ടിയാണ്? നാം തമിഴർ കക്ഷി ഫ്രം തമിഴ്നാട്. ഓക്കെ, അപ്പൊ 40 ലോക്സഭാ സീറ്റുകളിലെ 50% വനിതാ സ്ഥാനാർത്ഥികളെ അവർ മത്സര രംഗത്തിറക്കി. 50:50 ആണ്. അപ്പം മൊത്തം അവരുടെ കാൻഡിഡേറ്റ്സിൽ 50% പുരുഷന്മാരും 50% സ്ത്രീകളും ആയിരിക്കും. ഓക്കെ,
ദെൻ 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവര് ഈ ഒരു 50% അനുപാതം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 234 സീറ്റുകളില് 117 സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകിക്കൊണ്ട് ഈ ഒരു 50:50 എന്ന് പറയുന്ന ഒരു അനുപാതം അവർ നിലനിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് ഇമ്പാക്ട് എങ്ങനെയാണെന്ന് നോക്കൂ. Women bring civic society governance expertise to the state, increasing awareness of poverty, inequality and gender injustice. അല്ലെ, അതായത് ഇങ്ങനെയൊക്കെ സ്ത്രീകൾക്ക് സംവരണം നൽകുമ്പോൾ സ്ത്രീകള് അധികാര മേഖലകളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കൂടുതലായിട്ടും കടന്നു വരുന്നു അല്ലെ. സോ ഇവിടെ സ്ത്രീകൾ തങ്ങളുടെ പൗരസമൂഹ ഭരണ പരിചയം ഭരണകൂടത്തിലേക്ക് കൊണ്ടുവരികയും ദാരിദ്ര്യം, അസമത്വം, ലിംഗനീതി എന്നിവയെ കുറിച്ചിട്ടുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെ വരുന്ന സമയത്ത് സമൂഹത്തിലുള്ള ലിംഗ വിവേചനങ്ങളായിക്കോട്ടെ, ദാരിദ്ര്യമായിക്കോട്ടെ, എന്താ പറയുക, അസമത്വമായിക്കോട്ടെ, ഇതിനെതിരെയൊക്കെ അവര് സംസാരിക്കാനായിട്ടും ഇതൊന്നും പാടില്ല അല്ലെ, ഇതൊക്കെ തെറ്റാണ് എന്നുള്ള അവബോധം അവർക്കുള്ളിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് കേട്ടോ.